ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പൊ ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ മാസം നമ്മുടെ ഷുട്ടൂപ്പിന്റെ ബർത്ത്ഡേ ആണ്, 20th വരുന്നത്. അപ്പോ നമ്മൾ ഇപ്രാവശ്യം ആരെയും വിളിക്കുന്നില്ല, ചെറിയ ഫംഗ്ഷൻ ആണ്. ഇപ്പൊ ചെറിയതായി പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ ഗിഫ്റ്റ് ആയിട്ട് എന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഡ്രസ്സ് ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ചുമ്മാ ആമസോണിൽ നിന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കുട്ടപ്പൻ ഒരു നല്ലൊരു കുഞ്ഞി സൈക്കിൾ കണ്ടു. ഹാൻഡിൽ ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. അതിനെന്തായാലും ഓൾമോസ്റ്റ് ഒരു 5,000 റുപ്പീസ് അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് നല്ലൊരു ആമസോൺ ഡീലിൽ നമുക്ക് 1,600 അങ്ങനെ എന്തോ ഒരു റേഞ്ചിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെ. അപ്പൊ അത് ഇന്ന് ഡെലിവറി ആയിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു അൺബോക്സിങ് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതെന്നാ ഷുട്ടാപ്പി? ഞാൻ മീഷോന്റെ ഡ്രസ്സും വിചാരിച്ചിട്ടല്ലേ നിൽക്കുന്നേ, എന്നിട്ട് ഇത് കൊണ്ടുവരുന്നു. ഞാൻ വെച്ച് 4 ഡ്രസ്സിന് ഇത്ര വലിയ പൊട്ടിയോ? ഓ എടാ അച്ഛ പൊളിക്കട്ടെ. ഓ ഷുട്ടിന്റെ സീറ്റ് സൗണ്ട് അല്ല, ഇതിന് മേലെ എന്തോ ഉണ്ട്. അത് താക്കിയോ എന്തോ ഉണ്ട് ഇവിടെ, അതിന്റെ മേല. 3 ആയില് കയറിയിരുന്നോ? ആയിരുന്നോ? കയറിക്കോ. അത് വേണ്ട. ഏത് നോക്കിട്ട് ചെയ്തു, എനക്ക് അതിനെ പറ്റി വലിയ അറിവില്ല. അതിലിരുന്നോ? ഷുട്ടിനെ മൂടട്ടെ, അതിലിരുന്നോ? ഇരിക്കേ. ഫുള്ള് സെപ്പറേറ്റ് ആയിട്ട് വന്ന് നമുക്കിത് മൊത്തം ഫിറ്റ് ചെയ്യണം. സ്ക്രൂ ഡ്രൈവർ ഒന്നും വേണ്ട. കണ്ട എടാ, നീ വീഴുവടാ. വീഴും ചുട്ടാ. ചുട്ട് വീഴും. അതാ ഇത് ഫിറ്റ് ചെയ്യാൻ വിട്ട എന്നെ മോനെ. കാല് കുത്താൻ പറ്റുവാ? തട്ടുവാ? നമ്മൾ ഇപ്രാവശ്യം ഡ്രസ്സ് മാത്രം വാങ്ങിക്കുന്നെന്ന് വിചാരിക്കുക. കാരണം ഇവക്ക് മറ്റേ കാറിന്റെ ടോയ്സ് എല്ലാം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ആമസോണിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ സൈക്കിൾ. ഇത് നമുക്ക് തള്ളി കൊടുക്കാൻ പറ്റുന്ന സൈസ് ഉള്ളതാ, അല്ലാണ്ട് ഒറ്റയ്ക്ക് ഓടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പിന്നെ ഇത് വാങ്ങിച്ചേ. എല്ലാം പക്ഷെ പാർട്സ് ആയിട്ടാണ് ഉള്ളത്. അതിന്റെ സംഭവം വേണ്ടേ? അതാ ഇൻസ്ട്രക്ഷൻസ്, അതാ ആ ബുക്ക്. ചുട്ടാ അത് അച്ഛൻ ഫിറ്റ് ചെയ്യട്ടെ. മിക്കവാറും അത് ഫിറ്റ് ചെയ്യട്ടെ. നോക്കിയാ ഷുട്ടിന് പുതിയ സൈക്കിൾ വരാം. ഇതിന് വേണം. ഇതിന്റെ നട്ട്സു സാധനങ്ങളൊന്നുമില്ല, അതില്ല. എല്ലാം തിരിച്ചു വെക്കല. അത് സ്ക്രൂ ഡ്രൈവർ കളയാൻ പാടില്ല. അച്ചാച്ച വഴക്കോ അറിയോ? അച്ചാച്ചേന്റെ ആണേ. വല്ല നടക്കുവോ? സുഖു ഫിറ്റർ ബാബു. ടൈറ്റി ആയിട്ടില്ലല്ലോ, താണിട്ടില്ലല്ലോ. ആയാ? പക്ഷെ അത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ താഴെ. ഓക്കെയാ? അതാ കണ്ട? ഇനി വീല് വെക്കണം അല്ലേ ബാക്കിൽ? സ്ക്രൂ ഒന്നും വേണ്ടാന്ന് തോന്നുന്നല്ലേ ശരിക്കും? ഷുട്ടോ
അച്ഛ വെക്കട്ടെ പൊന്നാ. ആ പുതിയ സൈക്കിള്. എന്ത് പീഷ്? പീഷ് പറഞ്ഞോളൂ. പീഷ് ഇല്ല, നീ പറഞ്ഞോ, ഞാൻ പിടിച്ചേരാ. പറഞ്ഞു. ഞാൻ വേറൊരു വീഡിയോ എടുത്തിട്ട് വന്നിരുന്നത്, അതാ ഇങ്ങനെ ലിപ്സ്റ്റിക് എല്ലാം ഇട്ടിട്ട്. ഹൈറ്റ് അധികം ഉണ്ടാക്കൂ ഫ്രണ്ട്. അത് താത്താൻ പറ്റുമോ? ആ ഇല്ല, ഇവള് വീഴാണ്ട് ഇരിക്കണ്ടേ അല്ലേ കാല് വെച്ചിട്ട്. ഓ ചാരി ഇരിക്കാൻ പറ്റുന്ന സീറ്റാ, അപ്പം വീഴൂല. എടാ സീറ്റ് വെക്കട്ടെ എന്നിട്ടല്ലേ ഇരിക്കുവാ. അച്ഛ ഫിറ്റ് ചെയ്യട്ടെ പൊന്നാ. ആ എണീക്ക്. സാധനം അടിപൊളിയാ അല്ലേ? ഇത് വേണമെങ്കിൽ എനക്കും കയറാൻ പറ്റും. ഇല്ല ഇതല്ലേ. എടാ എക്സ്ക്യൂസ് മീ. അതാ ഇവിടെ വാങ്ങുന്നതിലടക്കന്നെല്ലാം പൊട്ടിക്കുന്ന തോന്നുന്നു. കൊടുക്കണ്ടേ പുതിയ സൈക്കിള്. അതാണ് സീറ്റ്. അത് വെച്ചാലേ ഇരിക്കാൻ പറ്റൂ. ആ ഇരിക്കാൻ പറ്റൂ. ആ ഇല്ല. ആയില്ല പൊന്ന, അത് സ്ക്രൂ ഫുള്ള് ടൈറ്റ് ചെയ്യണല്ലേ, ചുട്ട് ഓടിക്കുമ്പോ വീണു പോകും. നല്ലപോലെ ടൈറ്റ് ചെയ്യണേ, സാധനം താഴെ പോയല്ലോ. അതെന്താ സാധനം? ആ ഒരു ഹോൾസ്, ആ മറ്റേ ഇത് വെക്കുന്നത്, ആ പിടി വെക്കുന്ന അല്ല, ആ ബാക്കിലെത്തത് കാണുന്ന ആടെ ആയിരിക്കും. അതല്ല, അതല്ലേ നമ്മള് തള്ളുന്ന സാധനം വെക്കുന്നില്ലേ? എടാ എടാ ആയിച്ചില്ല. അങ്ങനെയല്ല കുഞ്ഞായിരിക്കണ്ടേ. അച്ഛൻ റെഡി ആക്കട്ടെ എന്നിട്ടിരിക്കാം നമുക്ക്. ചുറ്റിന് ഇഷ്ടായിനാ? നല്ല ഇഷ്ടായിനാ? ആരെ ഹാപ്പി ബർത്ത്ഡേയാ? ചുട്ടു ആവന്നെ ഹാപ്പി. ആ ചുട്ടന്റെ ഹാപ്പി ടു യു. അതാ ആ ഇല്ല പൊന്ന, പ്ലീസ് ഗെറ്റ് എ സൈഡ്. ചുട്ടോ പ്ലീസ് എ സൈഡ്. ഞാനൊന്ന് കണ്ടോട്ടെ, ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടെ പ്ലീസ്. ഞാൻ ആടെ ഇരിക്കട്ടെ. ആയിനില്ല, ഫുള്ളാക്കട്ടെ, പെട്ടെന്ന് റെഡിയാക്കാം. ആയിനില്ലപ്പാ, അതെല്ലാം ടൈറ്റ് ചെയ്തിട്ടില്ലെങ്കിലല്ലേ ചുട്ടു താഴെ വീഴൂ ആക്കുമ്പോ. വലിയ ടയർ അല്ലേ? മുറുക്കി പിച്ചോളെ. ഇവിടെ വാ, ഇവിടെ ഇരുന്നു വാ, ഇവിടെ സിറ്റാക്ക് വാ. ഓയ് ഓയ്, ഇനി സൈക്കിളൊന്നും വേണ്ട. സാധനം കിട്ടി, കിട്ടേണ്ട സാധനം കിട്ടി. ഫോണ് കയ്യിൽ കിട്ടാത്ത കുട്ടീൻ്റെ രോദനം.
ഗംഗേ ആ ഓ മൈ ഗോഡ് വാട്ട് എ ഷോട്ട്. പൊട്ടിയാ നല്ല ചുട്ടു. നല്ല എൻ്റെ മോൻ. ഇത് മറ്റേ തന്നെ ഗംഗേ. അതെന്താ ഞാൻ പോയാല് ചുട്ടു. ആ ഇല്ല, പ്ലീസ് വെയിറ്റ്. ഇരിക്കാ പറ്റുമോ അച്ഛേ? ഇരിക്കാ പറ്റുമോ? ഓ ഇതിൽ ഒറ്റക്ക് കയറാൻ പറ്റും കേട്ടോ. ഫ്രണ്ടിലത്തെ പെടല് ചവിട്ട്. അവിടെ കാല് വെക്ക് പൊന്നാ. ആ അവിടെ കാല് വെക്ക്. ഇതിന്റെ മേലെ വെക്കടാ. അയ്യയ്യേ ടയറിന്റെ മേലെ വെക്ക. ആ അവിടെ തന്നെ. ആ അത് തന്നെ. വെരി ഗുഡ്. ഞാൻ തള്ളിത്തരും. അച്ഛ തള്ളിത്തരുവാ. അതും കൂടെ വെക്കട്ടെ. അത് വെക്കട്ടെ. എന്നാ മാത്രമേ തള്ളാൻ പറ്റൂ. അന്നത് ഹെൽമെറ്റോ? അതെന്നത്? ഓ മറ്റേ ബേസ് അതല്ലേ? ഒന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും ആണോ? ഇതിന് എത്രയാണ് റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ നമ്മള്? അതെ, എത്രയും നമ്മൾ എത്ര ഓഫറിന് വാങ്ങിച്ചേ? 1000. 1600. ഇത് അടിപൊളി സംഭവം. ഓഫർ പ്രൈസ്. ആ ശരിക്കും പ്രൈസ് നമ്മൾ ഷോപ്പിൽ വാങ്ങുമ്പോൾ അത്രയും ഉണ്ടാവും. പക്ഷെ ഓഫർ പ്രൈസ് അത്ര ആണെങ്കിൽ അടിപൊളി സാധനമല്ലേ. നല്ല ക്വാളിറ്റി ഉണ്ട്. കിട്ടുക്കാച്ച സംഭവം. ആ അതാ ചുട്ടൂനില്ലേ അപ്പൂസിനെല്ലാം അതിനകത്ത് ഇരുത്തി കൊണ്ടുപോവാട്ടാ. അപ്പൂനെ നമുക്ക് ബാക്കിൽ ഇരുത്തണേ. അപ്പൂനെ എടുത്തിട്ട് വാ. പോയിട്ട് ബാക്കിൽ ഇരുത്താലോ. പോയി എടുത്തിട്ട് വാ. അപ്പൂനെ എടുത്തിട്ട് വാ. അച്ഛമ്മയത്ത് ചോദിക്കാം അപ്പൂ എവിടെയെന്ന്. എന്നിട്ട് അപ്പൂനെ ആ ബേസിൽ ഇരുത്തണം നമുക്ക്. വേഗം എടുത്തിട്ട് വാ. ആ അപ്പൂനെയും മിന്നുനെയും ഒക്കെ ഇരുത്തണം. ആരപ്പൂനെ? അപ്പൂനെ കൂട്ടൂല. ആ രണ്ടും അവിടെ തന്നെയാ. ഫ്രണ്ടിൽ വരുവോ ഒന്ന്? ആ അത് ഫ്രണ്ടാ. അതല്ലേ ഞാൻ പറഞ്ഞേ. അവിടെ താഴെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ഇതാണ് പെഡൽ. പെഡൽ എന്നാന്ന് പറയും ഇതിന്. ഈ സാധനം നമ്മൾ തള്ളിക്കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലും ആട്ടെ, നമ്മൾ തള്ളിക്കൊണ്ടുപോകുന്ന സാധനം. നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ. നമ്മളിത് ഷോപ്പിൽ പോയി വാങ്ങുന്നതാണെങ്കിൽ എന്തായാലും ഒരു 6000 5000 എന്തായാലും ഉണ്ടാവും. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇതിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലേ. നിങ്ങൾ തന്നെ അതല്ലേ ഓർഡർ ചെയ്തേ? എനിക്ക് അതിൻ്റെ പേര് പറഞ്ഞു തരണേ. എങ്ങോട്ടാ? ആ അപ്പൂനെ എടുത്തിട്ട് പോവാ പോയിട്ട്. ഇല്ല താഴെ അതൊരു ബേസ്, അതിലിട അപ്പൂന. അയ്യോ ശക്കള്. ഇതാണ് നമ്മൾ തള്ളിക്കൊണ്ടുപോകുന്ന ആ ഒരു സംഭവം. അപ്പൂനെ കയറ്റി തള്ളിക്കൊണ്ടുപോവാ നമുക്ക് കേട്ടോ. എന്റെ പുതിയ കണ്ണട തൊടാൻ പാടില്ല. നോ പ്ലീസ് ഗായ്സ്. എനിവേസ് എന്റെ പുതിയ കണ്ണട ചുട്ടാ. ഇത് അച്ചാച്ചൻ എന്താ കൊണ്ടുവന്നേ നോക്കിയാ. ഇതെവിടുന്ന് അച്ഛൻ ഈ വലിയ ഇത് കിട്ടിയേ? ബലൂണ് ബലൂണ്. ആ ബലൂണ്. ഇപ്പൊ ആവും ഇത്.
അത് ആടുന്നുണ്ടല്ലോ, അത് കറക്റ്റ്. ബാക്കി ഇവള് ഉറങ്ങുമ്പോ ആക്കാന്ന് എനിക്ക് തോന്നുന്നു. ചുട്ടു വാ, നമുക്ക് പോയി ചോറ് എന്നിട്ട് ഉറങ്ങാലോ. ചുട്ടു പെട്ടി കയറി ഇരിക്കി. വാ, അച്ഛമ്മ വലിച്ചു തരും, അതിലിരിക്കി. അച്ഛമ്മ ഇങ്ങനെ വലിച്ചു തരും. ആയാ, ഇതാ ലാസ്റ്റ് കുറച്ചും കൂടി ആക്കിയാലായി. എടാ എണീക്കടാ. നമുക്ക് ആ കൊട്ടയില് തക്കാളി വാങ്ങിട്ട് വരണേ. തക്കാളി ഇട കേട്ടാ. ആ ചുറ്റുപാട് ശരിയാക്കണ്ട. ചുട്ടാവക്ക് വിശക്കുന്നില്ലേ? എനിക്ക് വിശക്കുന്നുണ്ടല്ലോ. അതായി പാല് വാങ്ങുവാ. ഇവിടെ വെക്കണേ. പാല് വാങ്ങിട്ട് ആ പാല് വാങ്ങാം. വാങ്ങണേ. പാല് വാങ്ങിട്ട് വെക്കാലാടാ. ആ വിട്ടേ അമ്മ. ആയി കേരിക്കോ. അത് നമ്മള് ഇതിന്റെ അനുസരിച്ചിട്ട് പോന്നേ. കൈക്ക് തിരിക്കാൻ പറ്റണ്ടേ. കാരിക്കോ എൻ്റെ അമ്മോ. ആ പോകാം. എടാ എങ്ങോട്ടാ പോണ്ടേ? ആ അമ്മ അച്ഛ ഓടിച്ചു തരും. ഹായ് അങ്ങ് ഇങ്ങോട്ടേക്ക് വാകൂ. ആയില്ല, പാല് വാങ്ങാൻ പോകാം. അവിടെ വെച്ചോ, കാല് താഴെ വെച്ചോ, അവിടെയല്ല. ബായ് താത്ത. ആ അത് കുറച്ചും കൂടെ വലുതാണ്. ഇതാണ് ചുട്ടിന്റെ പുതിയ സൈക്കിൾ, ഡോറന്റെ പുതിയ സൈക്കിൾ. ഡോറ നല്ല ഇഷ്ടായിന ചുപ്പ. അത് നിങ്ങൾ ഇവിടെ ഉറങ്ങും ബാക്കിക്കോ. ഉറങ്ങും ബാക്ക. ഇങ്ങ വാ, അച്ഛമ്മ കയറിക്കോ. ഇങ്ങ വാ. ചുട്ടു അമ്മക്ക് കയറാൻ പറ്റുവാ? അമ്മക്ക് കയറാൻ പറ്റും തോന്നുന്നു. ബെൽറ്റെല്ലുണ്ടാ? വാവ്. ഓക്കെ ബൈ. ഇത് നമ്മളെ പ്രാമ് പോലെ തന്നെ തള്ളാൻ പറ്റുന്നോണ്ട് പ്രശ്നമില്ല അല്ലേ. ഇങ്ങോട്ട്. ഓ ഹായ് ചുട്ടു. ഹായ് പറയില്ല. ഇഷ്ടായിനാ? ഇഷ്ടായി. സൂപ്പർ. ഓളെന്നെ തിരിക്കണ്ടല്ലോ. തിരിയല്ല. ഇങ്ങ വാ. ചേച്ചൻ മോളാ ഇതെന്താ ഇങ്ങനെ ആടിപ്പോന്ന്? അങ്ങോട്ടേക്ക് തന്നെ പോവുക? ഇങ്ങ കയറിക്കോ. ബാ ഒന്നെ കൂട്ടൂല. അതാ ഇതേടി കാട്ടിലേക്ക് പോകുന്ന രണ്ടാളൂ. അങ്ങനെ നമ്മൾ അത് അൺബോക്സ് ചെയ്യുമ്പോൾ ചുമ്മാ ഒരു ചെറിയ വീഡിയോ എടുത്തുന്നേ ഉള്ളൂ, അവളുടെ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂ, വളരെ കുഞ്ഞു വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പൊ അടിപൊളി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ.